ആരോഗ്യത്തിൻ്റെ വലിയൊരു ശാഖയാണ്. ഡെന്റിസ്റ്റുകളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ സമയം ബ്രഷ് ചെയ്യണം. ആരോഗ്യ വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പല്ലിൻ്റെയും കോട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മൈന്യൂട്ടായിരിക്കുന്ന നെർവ്സ് കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ പല്ലിന് അസുഖം ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. അത് ഹൃദയങ്ങളിലേക്ക് വരെ ഞരമ്പുകൾ കടന്നു പോകുന്നതാണ്. രക്തചംക്രമണം നടത്തുന്ന മനുഷ്യ ശരീരത്തിൻ്റെ പ്രധാന ഓർഗാനുകളിലേക്കൊക്കെ പല്ലിൽ നിന്ന് ഒരുപാട് ഞരമ്പുകൾ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പല്ല് കേടാവാതെ സൂക്ഷിക്കണം, പൊത്ത് കേടാവാതെ സൂക്ഷിക്കണം എന്ന് മെഡിക്കൽ സയൻസ് പറയും. അപ്പം നമ്മൾ ബ്രഷ് ചെയ്യാനും പല്ല് വെച്ച് കൊടുക്കാനും എല്ലാത്തിനും ഒരുങ്ങും. അഷ്റഫുൽ ഖൽഖായി നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിനെങ്ങാനും ബുദ്ധിമുട്ടാകും എന്ന് നേതാവായ ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലഅമർതുഹും ബിസ്സിവാക്, നിർബന്ധമായും ഞാൻ അവരോട് മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. ഇൻദ കുല്ലി സ്വലാഹ, എല്ലാ നിസ്കാരത്തിന്റെ സമയം ബ്രഷ് ചെയ്യാൻ ഞാൻ അവർക്ക് നിർബന്ധമാക്കുമായിരുന്നു. ലൗല അന്നശുക്ക, പിന്നെന്തേ ഞാൻ ആ ഉദ്യമത്തിൽ നിന്നും എല്ലാം മാറുന്നത് എൻ്റെ ഉമ്മത്തിന് ഞാൻ അതൊരു പ്രയാസമാവോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പം റസൂലുള്ളാഹിന്റെ ആംബിഷൻ നമ്മൾ പഠിക്കണം. 5 നേരം ബ്രഷ് ചെയ്യാൻ പറയായിരുന്നു. അറബികളെ കണ്ടിട്ടില്ല നിങ്ങൾ? ഇനി അറബി ചെക്കന്മാർ എന്ത് വലിയ കച്ചറ കുട്ടികളാണെങ്കിലും ശരി, അവർ 2 വിരലിൻ്റെ ഇടയിൽ കണ്ടക്ടർമാർ പൈസ വെക്കണ മാതിരി അറാക്കിൻ്റെ ഒരു കഷ്ണം വെക്കാത്ത അറബി കുട്ടികൾ കുറവായിരിക്കും. സൗദി അറേബ്യയിൽ പ്രത്യേകിച്ചും അറാക്കിൻ്റെ ഒരു കഷ്ണം വിറകിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല തോബ് കന്തൂര കുപ്പായി ഇട്ടിട്ട് ആ കത്രയും ആ വള്ളി ഇട്ടിട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത് ചെറുപ്പക്കാരായ അറബി കുട്ടികളിലടക്കം കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്. എന്നിട്ട് അവരെ ഇടക്കിടക്ക് ഇങ്ങനെ ദന്തധാവനം ചെയ്തുകൊണ്ടിരിക്കും. അറാഖ് എന്ത് കൊള്ളി കഷ്ണമായിട്ടും നിങ്ങൾക്ക് ബ്രഷിങ് നടത്താം, മിസ്വാക്ക് ചെയ്യാം. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഗ്രേസ് വാലിയിലെ സലാത്ത് നടക്കുമ്പോൾ ഉസ്താദിന്റെ കുറെ മുഹിബ്ബീങ്ങളായ ആൾക്കാർ ഉസ്താദിനെ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നത് ഉസ്താദിന് ഇഷ്ടപ്പെട്ട സാധനമാണ് ചൈരിപ്പൊളിയായിട്ടുണ്ടാക്കിയ മിസ്വാക്ക്, ഇങ്ങനെ വളഞ്ഞ മിസ്വാക്ക്. എന്നിട്ട് നല്ല മനോഹരമായിട്ട് ചൈരിയായിട്ടുണ്ടാക്കിയ മിസ്വാക്ക് ഉസ്താദിനെ കൊണ്ടുപോയി കൊടുക്കണ ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളുണ്ട്. എന്തേ? അത് മിസ്വാക്കിന്റെ സന്ദേശം കൊടുക്കാൻ കൂടിയാണ്, ഒരു സന്ദേശം കൊടുക്കൽ കൂടിയാണ്. അറാഖിന്റെ കഷ്ണം, ഈ അറാഖിൽ നമ്മുടെ ഈ അണുക്കളെ നശിപ്പിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ കുറേ നേരം ബ്രഷ് ചെയ്യാതിരുന്നു, അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചു. മലയാളികളുടെ സ്വഭാവം എന്താ? ഇടവിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ തിന്നും. ഒരു വീട്ടിൽ നിന്ന് മാത്രമല്ല, കടയിൽ നിന്ന് തിന്നും, അവിടുന്ന് തിന്നും, ഇവിടുന്ന് തിന്നും. പ്രത്യേകിച്ച് ഈ ചോക്ലേറ്റ്, ഈ സ്വീറ്റ്സ്, ഇതെങ്ങാനും വായിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരം കാർബോഹൈഡ്രേറ്റിനെ ഇത് ഉൽപ്പാദിപ്പിക്കും. ഈ പല്ലിൻ്റെ ഇടയിൽ കാർബോഹൈഡ്രേറ്റ് അള്ളിപ്പിടിച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമിൽ നഷ്ടപ്പെടും, പല്ല് ദ്രവിക്കും, അതിൻ്റെ മുരടിൽ നിന്ന് ആട്ടം കുടുങ്ങും, അതിൻ്റെ ഞരമ്പുകൾ ശോഷിക്കും. അതുകൊണ്ട് ഈ ചോക്ലേറ്റിൻ്റെ അംശങ്ങൾ, കാർബോഹൈഡ്രേറ്റിൻ്റെ അംശങ്ങൾ 3 മണിക്കൂറിൻ്റെ മുകളിൽ പോയാൽ അത് രാസപദാർത്ഥമായിട്ട് മാറും. പിന്നെ അത് പല്ലിന് കേടായിരിക്കും. നിങ്ങൾ നോക്ക്, എല്ലാ നിസ്കാരത്തിൻ്റെ നേരത്തും ഞാൻ അവർക്ക് ബ്രഷ് ചെയ്യാൻ പറയായിരുന്നു. എല്ലാ നിസ്കാരത്തിൻ്റെ നേരത്തും ആ മിസ്വാക്ക്, ആ ദന്തധാവനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വുളു ഒന്ന് നോക്ക്, ഇസ്ലാമിൻ്റെ ഒരു ആരോഗ്യവശം. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിൻ്റെ ദി ഇൻട്രൊഡക്ഷൻ സ്പീച്ച് അബൌട്ട് ഇസ്ലാം എന്ന് പറഞ്ഞ പ്രഭാഷണത്തിൽ മുൻ DGP ഓഫ് കേരള പോലീസ്, ഡോക്ടറാണ്, ക്രൈസ്തവനാണ്, ബുദ്ധിജീവിയാണ്, വലിയ സമർത്ഥനാണ്, ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ IG ആയിരുന്നു, DGP ആയിരുന്നു. കേരളത്തിൽ ഒരുപാട് മേഖലയിൽ ഇടപെട്ട പരിചയ സമ്പത്തുള്ള, എന്നാൽ ബുദ്ധി വൈഭവമുള്ള, അതിൻ്റെ കൂടെ തന്നെ എല്ലാ സാരാംശങ്ങളെയും ഉൾക്കൊള്ളാനുള്ള പക്വതയുള്ള, വളരെ ഇരുത്തം വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിൽ വളരെ ഹിറ്റാണ്, വൈറലാണ്. എല്ലാ മതക്കാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തകൻ കൂടിയാണ് കേരളം കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ 1 മണിക്കൂർ നീണ്ടു കിടക്കുന്ന ദി ഇൻട്രൊഡക്ഷൻ സ്പീച്ച് അബൌട്ട് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ക്രൈസ്തവനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രഭാഷണം മുസ്ലിങ്ങൾ ആദ്യം പഠിക്കണം. ഇസ്ലാം ഇത്രയും വലിയ സൗന്ദര്യമുള്ള മതമാണെന്ന് അലക്സാണ്ടർ ജേക്കബിൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് പല ചെറുപ്പക്കാരും മനസ്സിലാക്കിയത്. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിൽ മുസ്ലിങ്ങൾ സുജൂദിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് എപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരെ കാണാൻ സാധിക്കുന്നത്.
കൃത്യമായിട്ട് നിസ്കരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും വളരെ ഉന്മേഷമുള്ള ആൾക്കാരായിട്ട് ഞങ്ങൾ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹം പറയുകയാണ്, ഇതിൻ്റെ സാരാംശം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചത് ഹൃദയത്തിൽ നിന്ന് രക്തം തലച്ചോറിലേക്ക് പാസ് ചെയ്യുന്ന പ്രധാന ആരാധനാ രീതി കൈവശമുള്ള ആൾക്കാരാണ് ഇവര്. हम लोग जब सुजूद से जाते हैं, हम सीधा ऐसे ही चलने के वक्त हमारे सर से हमारे ख़याल तक ज़हन सदर से कोई ब्लड सर्कुलेशन नहीं हो जाती है. പക്ഷേ സുജൂദിലേക്ക് നമ്മൾ പോകുന്ന നേരത്ത് ബ്ലഡ് സർക്കുലേഷൻ ഹൃദയത്തിൽ നിന്ന് നേരെ തലച്ചോറിലേക്ക് പമ്പ് ചെയ്യാണ്. കാരണം തല താഴെയും ഹൃദയം മുഴുവൻ. ഇങ്ങനൊരു ആരാധനാ രീതി ഒരു മതത്തിലുമില്ല. അദ്ദേഹം പറയാം, ഞാൻ നിലകൊള്ളുന്ന മതത്തിലടക്കല്ല. പിന്നെ എല്ലാ മതാചാര്യന്മാരും ഇതിനെ പഠിച്ചപ്പോഴാണ് യോഗാസനം വന്നത്. യോഗയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആസനം തല കുത്തി നിൽക്കലാണ്. മാത്രല്ല, ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ അവരുടെ ഇബാദത്തിന്റെ ആരാധനയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രൗഢമായ ആരാധനയുടെ അംശം അത് സുജൂദാണ്. അഖറബു ഇലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നിലേക്ക് ഏറ്റവും അടുത്തത് സുജൂദിലാണ് എന്ന് അല്ലാഹു. എൻ്റെ അടിമ എന്നോട് ഏറ്റവും അടുക്കുന്നത് സുജൂദിലാണ്. അദ്ദേഹം പറയാൻ കേട്ടെ, ഈ മുസ്ലിങ്ങൾ 5 നേരം ഫർള നിസ്കാരം മാത്രം നിസ്കരിച്ചു കഴിഞ്ഞാൽ എത്ര നേരമാണ് തലച്ചോറും ഹൃദയം രക്തകൈമാറ്റം നടത്തുന്നത്. അതുകൊണ്ട് ഉന്മേഷം. പിന്നെ അവരുടെ ആരാധനാലയങ്ങളിലേക്ക് കയറി നോക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളത്, ഒറ്റ മുസ്ലിം നിസ്കാര പള്ളിയും സ്നാനഘട്ടങ്ങളില്ലാത്ത പള്ളികളല്ല. അദ്ദേഹം പറയാൻ, എല്ലാ മുസ്ലിം നിസ്കാര പള്ളിയുടെ മുമ്പിലും പണ്ട് നമ്മൾ സ്രാമ്പ്യ എന്ന് പറഞ്ഞ നിസ്കാര പള്ളി, പണ്ട് തെക്കൻ ഭാഗത്ത് തൈക്കാവ് എന്ന് പറയുന്ന ചെറിയ പള്ളിയുടെ മുമ്പിലടക്കം ഒന്നുക്ക് കുളം അല്ലെങ്കിൽ ഹൗള് അല്ലെങ്കിൽ പൈപ്പ് ഇതില്ലാത്ത മുസ്ലിം പള്ളി ഏതാ? എന്നാ ഒരു പൈപ്പെങ്കിലുമുള്ള ഒരു ക്ഷേത്രമോ ഒരു ക്രൈസ്തവ ദേവാലയമോ ചർച്ചോ ലോകത്തില്ല. അതുകൊണ്ട് മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് മുറ്റത്ത് സ്നാനഘട്ടങ്ങളില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ആരാധനാലയങ്ങളിൽ സ്നാനഘട്ടമില്ലാത്ത ഒറ്റ ആരാധനാലയവും ഇല്ല എന്ന് അലക്സാണ്ടർ ജേക്കബ് സമർത്ഥിച്ചു പറഞ്ഞു. അപ്പോൾ പുറം ഭാഗം ശുദ്ധിയാക്കിയിട്ടേ അവർക്ക് അകം ശുദ്ധിയാക്കാൻ പാടുള്ളൂ എന്നർത്ഥം. അകം ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കലാണ് ഇസ്ലാമിൻ്റെ നിസ്കാരം. അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാണ്, കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗോഡ്. അടിമയും അള്ളാഹുവും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നിസ്കാരം. മുനാജാത്താൻ ബൈനൽ അബ്ദി വ റബ്ബിഹി. ആ കോൺവെർസേഷനിലേക്ക് കടന്നു പോകണമെങ്കിൽ ശുദ്ധിയാകണം. അപ്പൊ പുറം ശുദ്ധിയാകണതിനെ പറ്റി അദ്ദേഹം പറയാണ്, അവരാദ്യം അവരുടെ അംഗസ്നാനം വുളൂ ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ ചെയ്യുന്നത് മുൻകൈ കഴുകലാണ്. എന്തൊരു വലിയ സൈക്കോളജിയാണ്. കാരണം മുൻകൈ എന്ന് പറയുന്നത് സ്മോൾ വെഹിക്കിൾസ് ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലെ ചെറിയ വാഹനങ്ങളാണ്. അത് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് അത് തൊട്ട് ഇത് തൊട്ട് എല്ലാ മാലിന്യങ്ങളിലേക്കും പരതാൻ സാധ്യതയുണ്ട്. മുൻകൈ കഴുകിയിട്ടേ അവരുടെ വുളൂ തുടങ്ങാൻ പാടുള്ളൂ. എത്രത്തോളം എന്ന് വെച്ചാൽ, രാത്രി കടന്നുറങ്ങിയ മനുഷ്യൻ ഹൗദിൽ പോയിട്ട് വുളൂ ചെയ്യുമ്പോൾ അതിൻ്റെ ചിട്ടടക്കം ഇസ്ലാം പഠിപ്പിച്ചു. കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ പുറത്തേക്ക് എടുത്തിട്ട് പുറത്തേക്ക് കഴുകണം. ആ സ്നാനഘട്ടത്തിലേക്ക് ഹൗദിലേക്ക് കൈയിട്ട് കഴുകരുത്. കാരണം ലാ യഅരിഫ് ഐന ബാതത് യദുഹു എന്ന് പോലും ഇസ്ലാം പറഞ്ഞു. ഇത്രയും സൂക്ഷ്മമായിട്ട് മുൻകൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിൻ്റെ കൂടെ മൂക്കിൽ വെള്ളം കയറ്റുന്നു, ഇടത് കൈ കൊണ്ട് ചീറ്റുന്നു. പൊടിപടലങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ഇന്നത്തെ കാലം, വാഹനങ്ങളാവട്ടെ, കെട്ടിടങ്ങളാകട്ടെ, നിർമ്മാണ മേഖലകളാകട്ടെ, ഒരു വഴിക്ക് നമുക്ക് പോകാൻ പറ്റും. ചെറിയ കുട്ടികൾക്കടക്കം അലർജി, ആസ്തമ. അതുകൊണ്ട് പൾമോളജി വിദഗ്ധന്മാരുടെ, ചെസ്റ്റ് വിദഗ്ധന്മാരുടെ, നെഞ്ചുരോഗ വിദഗ്ധന്മാരുടെ സമ്മേളനം നാളെ നടക്കാൻ പോവുകയാണ് മലപ്പുറം ജില്ലയിൽ. ഏറ്റവും കൂടുതൽ തിരക്കുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പുൽമോളജി മാറി. എന്താ കാരണം? അലർജി ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർക്ക് തിരക്ക് കൂടി. ചെറിയ കുട്ടികൾക്കടക്കം തുമ്മല്, ചെറിയ കുട്ടികൾക്കടക്കം ആസ്തമ. അവസാനം മെഡിക്കൽ സയൻസ് തന്നെ പറയുകയാണ്, ഈ മൂക്കിലൂടെ പൊടിപടലങ്ങൾ കയറി അത് മസ്തിഷ്കങ്ങളിലേക്ക് കടന്നുപോയി ബ്രെയിൻ ട്യൂമറാകാനുള്ള സാധ്യത അടക്കമുണ്ട്. മുസ്ലിങ്ങൾ 5 നേരത്തെ വുളൂഇൽ പറയുന്നത് മൂക്കിൽ വെള്ളം കയറ്റുകയും ചീറ്റുകയും ചെയ്യണമെന്നാണ്. ഈ പൊടി ഒരിക്കലും ദ്രവിച്ച് അല്ലെങ്കിൽ വലിയ വലിയ കെമിക്കലുകളായി മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പോകാതിരിക്കാൻ ഇത് മുസ്ലിങ്ങളെ അവരുടെ വുളൂ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അലക്സാണ്ടർ ജേക്കബ് പറയുകയാണ്.
അങ്ങനെ ഓരോന്നും. നമ്മുടെ തലച്ചോറ്, തല തടവലൊരു പ്രധാന ഇനമാണ്. വുളൂഇന്റെ കൂട്ടത്തിൽ തല തടവുക. ഈ തല തടവുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. തലയുടെ മുകളിലൂടെയാണ് മസ്തിഷ്കത്തിൽ നിന്നുള്ള ഉണർവിൻ്റെ എല്ലാ ഞരമ്പുകളും മൂർധാവിലൂടെ പാസ് ചെയ്യണത്. കൃത്യമായിട്ടൊരാൾ തല തടവി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സുണരും, മസ്തിഷ്കം ഉണരും എന്നാണ്. എന്തെങ്കിലും ഒരു അൺകോൺഷ്യസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒന്ന് ഫ്രഷ് ആവാൻ. മുഖത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാലും ഫ്രഷ് ആവും. അതുകൊണ്ട് ആ ബോധരഹിതനായ മനുഷ്യൻ്റെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞാലേ ബോധം തെളിയുള്ളൂ. മുസ്ലിങ്ങൾ 5 നേരം ഉപബോധത്തിൽ നിന്ന് വെള്ളം കുടഞ്ഞിട്ട് അവബോധത്തിലേക്ക് തിരിച്ചു വരികയാണെന്ന് അദ്ദേഹം പറയാണ്. മുഖത്ത് വെള്ളാക്കണം, തലയിൽ വെള്ളം തടവണം. ഇങ്ങനെയും പെർഫെക്റ്റ് ശുദ്ധീകരണം നടത്തിയിട്ടാണ് അവർ ആരാധനാലയത്തിൻ്റെ അകത്ത് പോയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അതിലെ കോൺസെൻട്രേഷൻ. ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഗിബ്ബൺ ഈ അടുത്തൊരു പരീക്ഷണം നടത്തി കുറച്ച് തൊഴിലാളികൾക്കിടയിൽ. ആ തൊഴിലാളികൾക്കിടയിൽ നിന്ന് അദ്ദേഹം 1000 ചില്ലാനും തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ആ തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് വെറും 10% ആളുകൾ മാത്രം ആരാധനാലയത്തിൽ പോയിട്ട് ധ്യാനത്തിൽ ഏർപ്പെടുന്നു. ബാക്കി 90% തൊഴിലാളികളും ഒരു ധ്യാനമില്ല, അവർ തോന്നിയ പോലെ ജീവിക്കുന്നു. ഡോക്ടർ ഗിബ്ബൺ പറഞ്ഞു, ഏകാഗ്രതയോടുകൂടെ ധ്യാനം ഒരു തൊഴിലാളി 40 മിനിറ്റെങ്കിലും നിർവഹിച്ചാൽ അയാളുടെ രക്തത്തിൽ നിന്ന് ലാക്ടേറ്റിൻ്റെ അംശങ്ങൾ കുറഞ്ഞു പോകുന്നു. മാനസിക രോഗികൾക്ക് ലാക്ടേറ്റിൻ്റെ അംശം കൂടുമ്പോഴാണ് മാനസിക രോഗം കൂടുക. ഈ ലാക്ടേറ്റിൻ്റെ അംശം കുറക്കാൻ 100 ഗുളിക കഴിക്കുന്ന സ്ഥാനത്താണ് മുസ്ലിംകളുടെ ഒരു ദിവസത്തെ നിസ്കാരം. ഒരു നേരത്തെ അല്ല, ഒരു ദിവസത്തെ നിസ്കാരം. ഡോക്ടർ ഗിബ്ബൺ പറഞ്ഞു, അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഏതൊരു മതക്കാരനും 40 മിനിറ്റ് പെർ ഡേ, ഒരു ദിവസം 40 മിനിറ്റ് ധ്യാനത്തിൽ ഏർപ്പെടണം. ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയിലേക്ക്, ഒരു പോയിന്റിലേക്ക് മാത്രം മനസ്സ് കേന്ദ്രീകരിച്ചിട്ട് 40 മിനിറ്റ് ധ്യാനം നിർവഹിക്കണം. ശരിക്കും നമ്മളെ മുസ്ലിങ്ങളുടെ 5 വക്ത നിസ്കാരം ഒന്നിച്ചു കൂട്ടിയാൽ 40 മിനിറ്റാണ് ആവറേജ് ടൈം. ഒരു 1000 ഗുളിക മാനസിക രോഗി കുടിക്കുന്ന 1000 ഗുളികയേക്കാൾ രക്തത്തിലെ ലാക്ടേറ്റിൻ്റെ അളവിനെ കുറക്കുന്നത് നിസ്കാരാണ്. എന്തൊരു വലിയ വാക്കാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ ദൈവസ്മരണയിലേക്ക് കടന്നു വരിക. ദൈവസ്മരണ കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ആശ്വാസം. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോവുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതുകൊണ്ടാണ് നിസ്കാരം എന്റെയും അടിമയുടെയും ഇടയിലുള്ള സംഭാഷണമാണ് എന്ന് അല്ലാഹു പറയുന്നത്. എൻ്റെ അടിമ എന്നോട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നിസ്കാരത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുൻപേ നമ്മൾ പ്രതിജ്ഞയെടുക്കുന്നത്. ഇന്ന സ്വലാത്തി വനസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരം, എൻ്റെ ആരാധന, എൻ്റെ ജീവിതം, എൻ്റെ മരണം അല്ലാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. വബിദാലിക ഉമിർതു, അതുകൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. വഅന മിനൽ മുസ്ലിമീൻ, അതുകൊണ്ട് നീ പറഞ്ഞ മുസ്ലിമാണ് ഞാൻ. അല്ലാഹുവേ നിന്റെ അടിമയായ മുസ്ലിമാണ് ഞാൻ എന്ന പരിശുദ്ധ റബ്ബിന്റെ മുമ്പിൽ പ്രതിജ്ഞയെടുത്തിട്ടാണ് ആരാധനയാകുന്ന നിസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ആ പ്രതിജ്ഞ ശിരസാവഹിക്കാൻ ജീവിതത്തിന്റെ കർമ്മമണ്ഡലങ്ങളിലൂടെ സാധ്യമാകണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം, എല്ലാം നശിച്ചു പോയിട്ടില്ല, പോകില്ല, വല്ലതും ശേഷിക്കുമെന്നു വിചാരിക്കേ. എന്തെന്തിരങ്കരളിലാനന്ദവും നിധിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജീവപ്രകാശവും. ജീവിതത്തിൽ നിന്ന് നിരാശയോടുകൂടെ കടന്നു പോകേണ്ടവരല്ല നമ്മൾ. പുതിയ പ്രതീക്ഷകളുടെ നാളെ കൺതുറക്കാനിരിക്കുകയാണ്, പുതിയ പ്രഭാതങ്ങളെ പൊട്ടിവിടരാനിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമായ ചെറുപ്പക്കാര, എൻ്റെ മുസ്ലിമായ ചെറുപ്പക്കാരി, പരിശുദ്ധ ഖുർആനിനെ മാറോട് ചേർക്കാൻ, അള്ളാഹുവിൻ്റെ ആരാധനാലയങ്ങളോട് സാമീപ്യം പുലർത്താൻ,
വെക്കാൻ, അള്ളാഹുവിന്റെ മത ആചാരങ്ങളെ മനസ്സിനോട് ചേർത്ത് വെക്കാൻ നമ്മൾ സന്നദ്ധത പ്രകടിപ്പിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രതീക്ഷിക്കാം ശുഭകരമായ ഭാവിക്ക് വേണ്ടി. അതുകൊണ്ട് യെസ്റ്റർഡേ ഈസ് എ ഡെഡ് ചെക്ക്, ഇന്നലെ എന്ന് പറയുന്നത് തീയതി തീർന്നു പോയ ഒരു ചെക്ക് മാത്രമാണ്. അത് ചവറ്റുകൊട്ടയിലേക്ക് കടന്നുപോയി, അത് ചവറ്റുകൊട്ടയിൽ സ്ഥാനം പിടിച്ചുപോയി. അതുകൊണ്ട് ഇന്നലകളെ ഓർത്ത് വിലാപം കൊള്ളുന്നതിൽ ബുദ്ധിയില്ല. ഇന്നലെ ഞാൻ എന്തൊക്കെ ചെയ്തു പോയി എന്ന് പറഞ്ഞ് നിരാശനാകുന്നതിൽ ഒരിക്കലും ചിന്തകൾ കുടികൊള്ളുന്നില്ല. ടുമോറോ ഈസ് എ റെഡി ക്യാഷ്, നാളെ ടുമോറോ ഈസ് എ പ്രോമിസറി നോട്ട്, നാളെ എന്ന് പറയുന്നത് ഒരു വാഗ്ദത്ത സംഖ്യ മാത്രമാണ്, അത് കിട്ടും എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ടുഡേ ഈസ് എ റെഡി ക്യാഷ്, ഇന്ന് എന്ന് പറയുന്നത് കയ്യിൽ കിട്ടിയ ഒരു സംഖ്യയാണ്. അതുകൊണ്ട് പ്ലീസ് സ്പെൻഡ് ഇറ്റ്, ഇന്നിനെ നിങ്ങൾ ചെലവഴിക്കുക സാർത്ഥകമായ ഒരു നാളേക്ക് വേണ്ടി. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇത്ര നേരം ഇരുന്ന നമ്മൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആമീൻ പറഞ്ഞ് പിരിയാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് കൊച്ചുകുട്ടികൾ, സ്ത്രീകൾ, സഹോദരിമാർ, മുസാലിമീങ്ങൾ, യുവജനങ്ങൾ, വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് വൃദ്ധന്മാർ, അവരുടെയൊക്കെ ആമീൻ അള്ളാഹു തആല സ്വീകരിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. അലിഫിൻ്റെ പ്രവർത്തകന്മാർക്കും അതിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട അണിയറക്കാർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ വിളി കേട്ട് ഈ സദസ്സിനെ സജ്ജമാക്കിയ പ്രിയപ്പെട്ട ശ്രോതാക്കളായ നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസിനെ, റാഹത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വളാഞ്ചേരിയിൽ വിനീതനായ എൻ്റെ സ്ഥാപനത്തിൽ പുതിയതായ ഒരു പാഠ്യ പദ്ധതി കൂടി തുടക്കം കുറിച്ച കാര്യം വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ നിങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നുമല്ല, ആ പാഠ്യപദ്ധതിയുടെ മോട്ടോ ഇതാണ്: മതം പഠിച്ച ഒരു ഭൗതിക ഉദ്യോഗസ്ഥൻ എന്നാണ്. SSLC പാസ്സായ എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്കോട് കൂടെ പാസ്സായ, ഫുൾ ബ്രൈറ്റായ, പഠനത്തിൻ്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാത്ത കുട്ടികളെ മാത്രം തിരഞ്ഞെടുത്ത് ആ കുട്ടിക്ക് ഇൽമുൽ ഹദീസ്, ഇൽമുൽ തഫ്സീർ, ഇൽമുൽ ഫിഖ്, ഇൽമുൽ ഖുർആൻ, ഈ എല്ലാ വിജ്ഞാനങ്ങളും മതവിജ്ഞാനങ്ങളും കർമ്മശാസ്ത്രവും ഖുർആനും ഹിഫ്ലാക്കേണ്ടതിൻ്റെ പ്രധാന ഭാഗങ്ങളുടെ ഹിഫ്ലും എല്ലാം, പ്രസംഗ പരിശീലനവും ഭാഷകളും എല്ലാം പഠിപ്പിച്ചു കൊടുത്ത് അവനെ ഭൗതിക മേഖലയിലേക്ക് ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു മനോഹരമായ കേരളത്തിലെ ആദ്യത്തെ ഒരു അക്കാഡമിക് സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കയറി വരുന്ന കുട്ടിയുടെ ജോലി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ജോലിയായിരിക്കും, പക്ഷെ അവൻ പഠിച്ചത് മതമായിരിക്കും എന്നർത്ഥം. കൃത്യമായി ഫിഖ് അറിയുന്ന, കൃത്യമായി ഹദീസ് അറിയുന്ന, കൃത്യമായി തഫ്സീർ അറിയുന്ന, കൃത്യമായി അള്ളാഹുവിൻ്റെ ദീനിനെ അറിയുന്ന, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളോടും നീതി പുലർത്താൻ സാധിക്കുന്ന, എല്ലാ മതക്കാരെയും ഒരേ കണ്ണോടുകൂടെ കാണാൻ കഴിയുന്ന, അഴിമതി തൊട്ട് തീണ്ടാത്ത, അഴിമതിയുടെ നോട്ടുകെട്ടുകൾ മുന്നിൽ വന്ന് പെടക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്ത് ഹൃദയം പെടക്കുന്ന ദൈവഭക്തനായ ഒരു ഉദ്യോഗസ്ഥൻ, അവൻ്റെ തൊഴിൽ ഗവൺമെൻറ് ഉദ്യോഗമായിരിക്കും എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ കയറി വരുന്ന കുട്ടികളെ 5 കൊല്ലം കൊണ്ട് ഇത് രണ്ടും പഠിപ്പിച്ച് PSC പരീക്ഷകൾ മുഴുവൻ എഴുതിപ്പിച്ച് സിവിൽ സർവീസിൽ വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി അവനെ സന്നദ്ധനാക്കി അവനെ എത്തിക്കേണ്ട പോസ്റ്റിൽ എത്തിക്കുക എന്ന ധർമ്മബോധമുള്ള ഒരു വില്ലേജ് ഓഫീസർ, ധർമ്മബോധമുള്ള ഒരു പഞ്ചായത്ത് സെക്രട്ടറി, ധർമ്മബോധമുള്ള ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ധർമ്മബോധമുള്ള ഒരു തഹസിൽദാർ, ധർമ്മബോധമുള്ള ഒരു ഡെപ്യൂട്ടി കളക്ടർ, ധർമ്മബോധമുള്ള ഒരു ജില്ലാ കളക്ടർ, ഇതൊക്കെ നമ്മുടെ സ്വപ്നമാണെങ്കിൽ ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ നിങ്ങൾ കൂടെ വേണം. അഥവാ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഓക്കെ ആണെങ്കിലും ഒരു കുട്ടിയുടെ ഒരു മാസത്തെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളിലേക്കുള്ള ചെലവ് 2000 രൂപയാണ്. 20,000 രൂപ ഒരു കുട്ടിക്ക് വേണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സദസ്സിൽ അത് ഓർമ്മപ്പെടുത്തുക, അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ മറന്നു പോകരുത്. കേരളം കാതോർക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. ഈ ഉമ്മത്തിൻ്റെ നീടാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ദീനിന് നൽകുന്ന ഒരു ഖിദ്മത്താണ്, നിങ്ങൾ ദീനിന് ചെയ്യുന്ന ഒരു ദഅവത്താണ് ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെയായി ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ചെലവ് പൂർണ്ണമായിട്ടോ വഹിക്കാൻ തൽപരരും അതിനുള്ള മനസ്സും അതിന് അല്ലാഹു തആല സാമ്പത്തികമായിട്ട് അനുകൂലാവസ്ഥയും, അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ഇതൊക്കെ റബ്ബ് തന്ന നിഅമത്ത് തന്നെയാണ്, മറക്കാൻ പാടില്ല നമ്മൾ. അതുകൊണ്ട് ഈ നിഅമത്ത് നമ്മൾ ഇങ്ങനെങ്കിലും ഒന്ന് ഉപയുക്തമാക്കുമ്പോൾ നാളെ പടച്ചോനെ ദീനും ദുനിയാവും
ദുനിയാവുള്ള ഒരു ഉദ്യോഗസ്ഥനെ നേടി ആ ഉദ്യോഗസ്ഥൻ നീതിയോടുകൂടെ സിംഹാസനത്തിൽ പോയി ഇരുന്ന് നീതിയോടുകൂടെ ഭരണം തിരിക്കുമ്പോൾ ആ നീതിയുടെ പിന്നിൽ എൻ്റെ 10 രൂപയുണ്ട് എന്ന് നാളെ അള്ളാഹുവിനോട് പറയാൻ കൂടിയുള്ള ഒരു പുണ്യത്തിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ. ഇത് വെറും ഭൗതികതയ്ക്ക് വേണ്ടി മാത്രമല്ല. കാരണം അത്യാവശ്യം മതവിദ്യാർത്ഥികൾ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്, മതഭൗതിക സമന്വയ വിദ്യാർത്ഥികളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ മതബോധമുള്ള മതം പഠിച്ച ഉദ്യോഗസ്ഥൻ്റെ കമ്മി നമ്മുടെ സമുദായത്തിന് നല്ലോണം തൊട്ട് തീണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കമ്മി നികത്തേണ്ടതിൻ്റെ ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതിലൂടെ നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ വേറൊന്നുമില്ല, ഞാൻ ഉമ്മത്ത് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇവിടെ പറയുന്നത്. കാരണം ഈ പരിപാടി എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു പരിപാടിയാണ്. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രാതിനിധ്യം അലിഫിലുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രാതിനിധ്യം അലിഫിലുണ്ട്. ഇതിൽ പൊളിറ്റിക്സ് ഇല്ല, ഇതിൽ സംഘടന ഇല്ല എന്നുള്ളതാണ് അലിഫിൻ്റെ വിജയം. അതുകൊണ്ട് ഈ യൂണിറ്റി, ഇത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി അലിഫിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങളുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ചെലവഴിക്കണം. അതുകൊണ്ട് ഞാൻ ആ കാര്യം ഒരു ദീനിൻ്റെ അനുയായികൾ കൂടിയൊരു സദസ്സ് എന്നുള്ള നമ്മളൊക്കെ ഉമ്മത്ത് എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത്. ഉമ്മത്ത് എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. നിങ്ങളുടെ ദ്വായിലും ഈ സംവിധാനം വിജയിക്കാൻ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ദ്വാ ഉൾപ്പെടുത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് ഐക്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയൊന്നും നമ്മൾ ഭിന്നിച്ച് കഴിയേണ്ട ആൾക്കാരല്ല. നിങ്ങൾ കണ്ടില്ലേ, അഡൽറ്ററി, ഹോമോസെക്സ്വാലിറ്റി, ഒരുപാട് നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് വരികയാണ്. ഇതിനൊക്കെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? നമ്മൾ ഒന്നാവുക, നമ്മുടെ സ്വരം ഒന്നാകുക. അതിനാണ് സ്വരച്ചേർച്ച എന്ന് പറയൽ. ആ ചേർച്ചല്ലാതെ ഒടുക്കും പോകൂല കാര്യങ്ങൾ. അതുകൊണ്ട് സ്വരച്ചേർച്ചയോടുകൂടെ നല്ല നാളേക്ക് വേണ്ടി യത്നിക്കാൻ ഈ അലിഫിൻ്റെ വേദി നമുക്കൊരു ഒരു 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 എനർജിയായി ഭവിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ മുക്തകണ്ഠം പ്രശംസിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു ദുനിയാവിലും ദീനിനും ദുനിയാവിലും ഉപകാരപ്പെടുന്ന അമലായി ഇത്തരം അമലുകളെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ മൺമറഞ്ഞു പോയ ആൾക്കാർ, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നമ്മുടെ ജോലി സംബന്ധമായ വിഷമങ്ങൾ, പ്രത്യേകിച്ച് പ്രവാസികൾ, സൗദി അറേബ്യയിലാണ് ഇവിടെ ഭൂരിഭാഗം പ്രവാസികൾ. ഇവിടുത്തെ 80% പ്രവാസികളും സൗദിയിലാണ്. അതിൽ തന്നെ 90% പ്രവാസികളും റിയാദിലാണ്. അങ്ങനെ ഒരു കുറേ പ്രവാസി സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ യത്നങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ അവരുടെ പച്ചപ്പാണ് നമ്മുടെ നാടിൻ്റെ പച്ചപ്പ് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അവിടെ എന്തെങ്കിലും ഹുക്മ നിർദ്ദേശങ്ങൾ, നിർമ്മാണ നിയമങ്ങൾ വരുമ്പോൾ അതാദ്യം ബാധിക്കുന്നത് നമ്മുടെ നാടിനെ. ഇൻഡയറക്റ്റായിട്ടല്ല, ഡയറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാസി കടെടുത്ത് വെച്ചിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ, കടം കൊണ്ട് വലയുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഈ പ്രവാസികളുടെ പച്ചപ്പിന് വേണ്ടി നമ്മൾ നന്നായി ദുആ ചെയ്യണം. നമ്മുടെ യതീംഖാന, നമ്മുടെ പള്ളി, നമ്മുടെ മദ്രസ, നമ്മുടെ കോളേജ്, ഇതിൻ്റെ ഓരോ ചുമരിൻ്റെ ഇടയിലും പ്രവാസിയുടെ ഉരുക്ക് മുഷ്ടികളുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. മരങ്ങളായ മരങ്ങളെല്ലാം കൊണ്ട് വെയിലാണ് ഈ തണല്. നമ്മൾ തണൽ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വെയിൽ കൊള്ളുന്നൊരു പ്രവാസി മണലാരണ്യത്തിൽ ഒരു മരം പോലെ നിലകൊള്ളുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രവാസിയുടെ നിയമപ്രശ്നങ്ങളിൽ നിന്ന് പ്രവാസി രക്ഷപ്പെടാൻ എൻ്റെ ഉമ്മമാര് പ്രത്യേകിച്ചും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് കൂടി ഞാൻ ഈ അവസരം നിങ്ങളോട് പറയാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അടുത്ത കാലത്തായി നമ്മളിൽ നിന്ന് മരുന്നമടഞ്ഞ ഈ നാട്ടിലെ BK ഷാജഹാൻ, അതുപോലെ തന്നെ BK സമദ്, ബീരാശ്ശേരി കുഞ്ഞുട്ടി, മഹല്ലിലെ ഒരുപാട് രോഗികൾ, പ്രവാസികൾ, എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ നമ്മുടെ സംഘാടക സുഹൃത്തുക്കൾ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, നീ മരിച്ചുപോയവർക്ക് ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ, രോഗികൾക്ക് ശിഫ കൊടുക്കണേ തമ്പുരാനെ, പ്രവാസികൾക്ക് ഐശ്വര്യം കൊടുക്കണേ തമ്പുരാനെ. നിങ്ങളൊക്കെ ആമീൻ പറയാൻ നമുക്കൊരു ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك عليه يا رب العالمين. اللهم اغفر لنا ذنوبنا واستر عيوبنا وفرج همومنا واكشف همومنا وحسن أخلاقنا وحقق رجاءنا وطول أعمارنا بلغ مقاصدنا واشف أمراضنا وأمراض مرضانا يا شافي الأمراض، أمراضنا الظاهرية والباطنية والجسمانية والروحانية والشيطانية والسحرية فاشفي كلها يا شافي يا كافي يا معافي إنك على كل شيء قدير.
اللهم هذا الدعاء ومنك الإجابة وعليك التكلان وعلينا البلاء ولا حول ولا قوة إلا بك يا ذا الجلال والإكرام. اللهم اجعل القرآن نور قلوبنا وضياء صدورنا وربيع علومنا ومونسا لنا في قبرنا ورفيقا لنا على صراطنا وطريقا لنا إلى جنتنا يا رب العالمين. അല്ലാഹുവേ, ഈ ഉയർത്തിയ കൈകളെ തുറന്നു വെച്ച ഹൃദയങ്ങളെ തട്ടികളയല്ല തമ്പുരാനെ. പാപികളാണ്, ദോഷികളാണ്, പുറത്തു തരണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നീ നൽകിയ ഉദ്യോഗത്തിൽ, നീ നൽകിയ തൊഴിലിൽ, നീ നൽകിയ സംവിധാനങ്ങളിൽ അല്ലാഹുവേ ബറക്കത്തിനെ ഏറ്റി നൽകണേ അല്ലാ. ഏറ്റി നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ തിരുനോട്ടം ഞങ്ങൾക്കും മക്കൾക്കും കുടുംബത്തിനും വർഷിക്കണേ അല്ലാ. നിന്റെ ബറക്കത്ത്, സലാമത്ത്, ആഫിയത്ത് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ റിസ്ഖ് വിശാലമാകണേ അല്ലാ. അല്ലാഹുവേ, ഈ മതത്തിന്റെ സദസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിന്റെ ഹക്ക് കൊണ്ട് ദുനിയാവിലുള്ള ഇടങ്ങേറുകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം ലഭിക്കണേ അല്ലാ. വിഷമങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ കിട്ടണേ അല്ലാ. രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാവണേ അല്ലാ. ആഖിബത്ത് നന്നാവണേ അല്ലാ. ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഈമാനില്ലാതെ കലിമ ചൊല്ലാൻ കഴിയാതെ ദുർമരണം അനുഭവിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ഉൾപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ തമ്പുരാനെ, ഒരുപാട് രോഗികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ശിഫ നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ ആന്തരികാവയവങ്ങൾ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ ബാഹ്യാവയവങ്ങൾ അല്ലാഹുവേ എല്ലാത്തിനെയും രോഗാണുക്കളിൽ നിന്ന് മുക്തമാക്കണേ അല്ലാ. അല്ലാഹുവേ തമ്പുരാനെ, ഞങ്ങളെ കുടുംബത്തിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഈ പരിശുദ്ധ സദസ്സിൻ്റെ ഹക്ക് കൊണ്ട് ആ വിഷമത്തെ ഉയർത്തണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരുണ്ട്, അവരെ വീട്ടാൻ സഹായിക്കണേ അല്ലാ. വലിയ പ്രയാസങ്ങളിൽ കിടക്കുന്ന ആളുകളുണ്ട്, മാനസിക പ്രയാസം, സാമ്പത്തിക പ്രയാസം. എത്രയും പെട്ടെന്ന് അതിൻ്റെ രക്ഷയുടെ വിജയത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഏവർക്കും തുറന്നു നൽകണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുനാഥ. ആണും പെണ്ണുമായ മക്കളെ കൊടുക്കുനാഥ. ആ മക്കളെ കണ്ണിന്റെ കുളിർമകളാക്കുനാഥ. പടച്ചോനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ. നവജാത ശിശുക്കൾക്ക് വൈകല്യത്തിൽ നിന്ന് രക്ഷ കൊടുക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാരതത്തിന്റെ മതേതരത്തെ നീ ഊട്ടി ഉറപ്പിക്കണേ, സംരക്ഷിക്കണേ. ഇന്ത്യ രാജ്യത്തിന് നഷ്ടമായ മതസൗഹാർദ്ദം നീ തിരിച്ചു നൽകണേ തമ്പുരാനെ. പാവങ്ങളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അനുശാസിക്കുന്ന രീതിയിൽ ഇബാദത്ത് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ഇവിടുത്തെ സംവിധാനങ്ങൾ അനുകൂലമാക്കി തരണേ തമ്പുരാനെ. അതാരെയും തകർക്കാൻ അനുവദിക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ തമ്മാടികളും റൗഡികളുമാക്കി പരിവർത്തിപ്പിക്കല്ല നാഥ. മക്കൾ കാരണം തല ഉയർത്തി നടക്കാനുള്ള അന്തസ്സ് നൽകണേ അല്ലാ. മക്കൾ കാരണം തല താഴ്ത്തി നടക്കേണ്ട ഗതികേട് ഞങ്ങൾക്കും ഒരു രക്ഷിതാവിനും നീ നൽകല്ല അല്ലാ. അല്ലാഹുവേ, ഈ പരിപാടിക്ക് വേണ്ടി ഓടിച്ചാടി നടന്നവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. തക്കതായ പ്രതിഫലം നൽകണേ അല്ലാ. ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞു പോയ മഹത്തുക്കൾക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്ന്, കൂട്ടുകുടുംബങ്ങളിൽ നിന്ന്, സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ പറഞ്ഞു പോയി. മയ്യത്ത് കട്ടിൽ കയറി 6 അടി മണ്ണിൽ പോയി കിടന്നു. മീസാൻ കല്ലിന്റെ ചോട്ടിൽ അവർ ഉറങ്ങുകയാണ്. അവരുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ ജീവിതകാലത്ത് നൽകിയതിനേക്കാൾ വലിയ ഒരു പ്രസന്റേഷനായി ഞങ്ങളുടെ ഈ ദുആ, ഞങ്ങളുടെ ഈ സദസ്സിന്റെ പുണ്യം ഈ നിമിഷം തന്നെ ഞങ്ങൾ വീട്ടിലെത്തുന്നതിൻ്റെ മുമ്പ് അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. നാളെ ഞങ്ങളവിടെ പോയി കിടക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കൈയുയർത്താൻ ഇവിടെ ഒരു തലമുറയെ നീ സംവിധാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഈ മഹലിലും പരിസരങ്ങളിലും ഒരുപാട് രോഗികളുണ്ട്. ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും ആശുപത്രി ബെഡുകളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരു പരീക്ഷണ വസ്തുവാക്കല്ല അല്ലാ. അല്ലാഹുവേ, ആഫിയത്ത് സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികൾക്ക് ഇസ്സത്ത് കൊടുക്കണേ, റാഹത്ത് കൊടുക്കണേ, ബറക്കത്ത് കൊടുക്കണേ. അവരുടെ നഷ്ടപ്രതാപങ്ങളെ തിരിച്ചു കൊടുക്കണേ. അവർക്ക് വെച്ചടി പുരോഗതി കൊടുക്കണേ. അവരുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തെ സാക്ഷാത്കരിച്ചു കൊടുക്കണേ. ഇവിടേക്ക് ഒരുപാട് ചെറുപ്പക്കാരാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാർക്ക് ഹിദായത്തിൻ്റെ വഴികൾ തുറന്നു കൊടുക്കണേ. അവരുടെ പഠനങ്ങളിൽ, അവരുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ തമ്പുരാനെ.
അല്ലാഹുവേ ദീനീ സംവിധാനത്തിന് ഭൗതിക ഉദ്യോഗസ്ഥന് ഒരു ഇടം കൊടുക്കുന്ന ഞങ്ങളുടെ പദ്ധതികളെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഒഴിവുകളെ സ്പേസുകളെ നികത്താൻ അതിലൂടെ നീ സാധ്യമാക്കണേ തമ്പുരാനെ. പാവങ്ങൾക്ക് അല്ലാഹുവേ സുരക്ഷയും ഐശ്വര്യവും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. വീട് പണി തുടങ്ങിയവരുണ്ട്, തുടങ്ങാനിരിക്കുന്നവരുണ്ട്, എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ഒരു ഭവനം പെട്ടെന്ന് തന്നെ പണി കഴിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അതിൻ്റെ മുന്നിലുള്ള തട്ടുതടവുകളെ നീക്കി കൊടുക്കണേ അല്ലാ. പ്രതിസന്ധിയിൽ നിന്ന് മോചനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അവസാനം അസ്റായീൽ അലൈഹിസ്സലാമിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് മരിക്കാൻ, സുഖമുള്ള മരണം അനുഭവിക്കാൻ, റാഹത്തുള്ള മരണം ഏറ്റുവാങ്ങാൻ, സ്വർഗമായി കിടക്കണ ഖബറിലേക്ക് അങ്ങനെ ചെല്ലാൻ ഈ കൂടിയ ഞങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും സൗഭാഗ്യ സന്നിപാതം നൽകണേ അല്ലാ. പോയി കിടക്കണ വീട് ഇരുട്ടിന്റെ വീടാക്കല്ല അല്ലാ. ഈ ഇരുത്തം കൊണ്ട് പോയി കിടക്കാൻ പോകുന്ന വീടിനെ പ്രകാശിപ്പിക്കണേ അല്ലാ. സിറാത്ത് എന്ന പാലം കടക്കുമ്പോ ഈ കൂടിയ കാലുകളെ ആ പാലത്തിന്റെ മുകളിൽ പതറുന്ന കാലുകളാക്കല്ല അല്ലാ. അല്ലാഹുവേ ഈ ശരീരങ്ങളൊക്കെ സ്വർഗത്തെ വാജിബാക്കണേ അല്ലാ, നരകത്തെ ഹറാമാക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.